കുറച്ച് നാളായിട്ട് ഭയങ്കര ഒരു കൊതി. എന്തിനാണെന്നറിയാവോ? ഈ മഞ്ഞളപ്പം ഉണ്ടാക്കാനായിട്ട്. അതായത് കാസർഗോഡിൽ സ്പെഷ്യലാണ് ഈ മഞ്ഞളപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് മഞ്ഞളെല്ലാം പറിക്കാൻ പോകണം. പിന്നെ ഏറ്റവും കൂടുതൽ ഫുഡ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന സമയം എപ്പോഴെന്ന് പറയുമ്പോൾ വലിയ ഫുഡില്ലെങ്കിലും എനിക്കൊരു ചെറുകടിയും ചായ ഉണ്ടല്ലോ ഈ വൈകുന്നേരം 4 മണി 5 മണി 6 മണി ആ ഒരു സമയത്ത് കഴിക്കുമ്പോഴല്ലോ സത്യം പറഞ്ഞാൽ എനിക്ക് സ്വർഗ്ഗം കേട്ടോ. വേറെ ഒന്നും ഉണ്ടല്ലോ, എനിക്ക് രാവിലത്തെ ഫുഡ് കഴിക്കണ ഇഷ്ടമാണെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് കഴിച്ചില്ലെങ്കിൽ ഒരു കുറവ് പോലെ തോന്നുന്നത് ഈ വൈകുന്നേരത്തെ ഒരു ചായയും കടിയായിരിക്കും കേട്ടോ. എന്നാൽ പ്രത്യേകിച്ചൊന്നും വേണ്ട, എന്നാലും ഒരു ചായയും ഒരു ചെറുകടി ഇടുമ്പോൾ ആ ഒരു കഴിക്കുന്ന ഒരു സമയത്തിൻ്റെ ഫീലിങ്സ് ഉണ്ടല്ലോ, സത്യത്തിലേക്ക് ഭയങ്കര ഇഷ്ടമുള്ള സമയം കേട്ടോ അത്. അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാണ്ടല്ലോ അല്ലെങ്കിൽ കേട്ട് കഴിഞ്ഞാൽ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ചേച്ചി കാസർഗോഡായിട്ട് താമസിക്കുന്നത്. അങ്ങനെ അവിടെ സർപ്പപൂജയ്ക്ക് എൻ്റെ ചേച്ചിക്ക് ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നത് തന്നെ. പക്ഷേ ആ ഒരു സമയത്ത് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഈ ഒരു സംഭവം ഭയങ്കര ട്രെൻഡായിട്ട് കാണിച്ചു തന്നേച്ചേ. അപ്പത്തുള്ള ആഗ്രഹമാണ് ഇതെങ്ങനെയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നുള്ളത്. പക്ഷെ എനിക്ക് ഇതുവരെയായിട്ട് സംഭവം അറിഞ്ഞിട്ടില്ല. അറിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനുള്ള കാര്യമുണ്ടോ? നമുക്ക് ഉണ്ടാക്കി നോക്കണ്ടേ? നമ്മളെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ അപ്പപ്പൊടി വെച്ച് കുഴക്കില്ലേ, അങ്ങനെ ചൂടുവെള്ളത്തിൽ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് കുഴച്ച് വെക്കാം കേട്ടോ. സെയിം രീതിയിലാണ് ഞാൻ കുഴച്ചത്. അതിനുശേഷം നമ്മൾ ശർക്കരയും തേങ്ങയും കൂടി നല്ല മിക്സ് ആക്കി വെക്കാം കേട്ടോ. ജീരകവും ഏലക്കും കൂടി പൊടിച്ചിട്ടാണ് അടിപൊളിയാണ്. പിന്നെ നമ്മളിതാ ഈ ഇലയും കൂടി എടുത്തിട്ട് നല്ല കഴുകിയിട്ട് ഇതിലേക്ക് പരത്തി വെച്ച് ഇതിൽ ആവിയിട്ട് വെക്കണേ. ആവിയിട്ട് വെച്ചിട്ട് 15 മിനിറ്റിൽ എന്തായാലും ഇത് വെന്തൊരു കേട്ടോ. വെന്തൊരുമ്പോൾ വീട് മുഴുവനും മഞ്ഞളുടെ സ്മെല്ലായിരിക്കും ഗസ്. അതുപോലെ കഴിക്കാനും അടിപൊളി സാധനമാണ്. നിങ്ങൾ കഴിക്കാത്തവരുടെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ.